കർഷക ദിനം കൂടിയാണല്ലോ. ഇത് ആധുനിക കാലമല്ലേ. തിരുവനന്തപുരം കരമനയിലെ ഒരു ഹൈടെക് കർഷകന്റെ ഫാമിലാണ് ഞാനുള്ളത്. ഹായ് തൻവീർ. ഹായ്. ഹൈഡ്രോപോണിക്സ് കൃഷി രീതിയാണല്ലേ? എങ്ങനെയാണ്? ഫുൾ ഓട്ടോമേറ്റഡ് ആണ്? അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 ഏക്കറോളം നമ്മളൊരു സ്മാർട്ടായിട്ടുള്ള ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോപോണിക്സ് ഫാമാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഫാമിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇലച്ചെടികളും കാര്യങ്ങളൊക്കെയാണ് വളർത്തുന്നത്. നമ്മളിപ്പം ഡെയിലി നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു ചെറിയ ഏരിയയിൽ, നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ, ഇപ്പോൾ ഒരു 1/2 ഏക്കർ ഏരിയയിൽ നമ്മൾ മാക്സിമം പ്രൊഡക്ടിവിറ്റി എടുക്കുക, നല്ല മാക്സിമം ചെടി വളർത്തുക. അതിനുവേണ്ടി തന്നെയാണ് ഹൈഡ്രോപോണിക്സ് എന്നുള്ള കൃഷി രീതി തന്നെ സെലക്ട് ചെയ്തത്. മാത്രമല്ല ലേബറൊക്കെ കുറവാണ്. നമുക്ക് 1/2 ഏക്കർ ഫാം മാനേജ് ചെയ്യാൻ ഒരാൾ മതി. ഒരാളെ കൊണ്ട് ഫുൾ ഫാം മാനേജ് ചെയ്യാം. ഇവിടെ കംപ്ലീറ്റ് പമ്പും കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റഡ് ആണ്. നമുക്ക് കംപ്ലീറ്റ്ലി അടച്ച് ക്ലൈമറ്റ് കൺട്രോൾഡ് പോളി ഹൗസ് ആയതുകൊണ്ട് നമുക്ക് വിഷമൊന്നും ഇല്ലാത്ത, പെസ്റ്റിസൈഡ് അടിക്കാത്ത ഫ്രഷ് വെജിറ്റബിൾസ് നമുക്ക് എത്തിക്കാൻ പറ്റും. ഏതൊക്കെയാ കൃഷി ചെയ്യുന്നത് ഇവിടെ? നമ്മൾ പല ടൈപ്പ് ടെക്നോളജി ഉണ്ട് ഹൈഡ്രോപോണിക്സിൽ എന്ന് പറയുമ്പോഴത്തേക്ക്. ഇലച്ചെടിയും ചെയ്യാം, അല്ലാത്ത തക്കാളി പോലത്തുള്ള ക്യാപ്സിക്കം പോലത്തുള്ള വെജിറ്റബിൾസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഫുള്ളി ഫോക്കസ് ചെയ്തേക്കുന്നത് ഇലച്ചെടികൾക്കാണ്. നമുക്ക് അല്ലാത്ത ഫാമുകളും ഉണ്ട് പലയിടത്തായിട്ട്. കേരളത്തിൽ പലയിടത്തായിട്ട് വേറെ ആൾക്കാർ ഓൺ ചെയ്യുന്നത്, നമ്മൾ നടത്തുന്നതായിട്ടുള്ള ഫാമുകളുണ്ട്. അവിടെ ക്യാപ്സിക്കം, ടൊമാറ്റോ, ചെറി ടൊമാറ്റോ, കുക്കുംബർ, എല്ലാ ടൈപ്പ് വെജിറ്റബിൾസ് നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് തിരുവനന്തപുരത്ത് നമ്മളൊരു ഹൈ ലീഫ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ നമ്മൾ പാക്ക് ചെയ്ത് എല്ലാ ദിവസവും രാവിലെ ഫ്രഷ് ആയിട്ട് പെസ്റ്റിസൈഡ് ഫ്രീ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഡെയിലി നമ്മൾ എത്തിക്കും. ഇതിന് കാലാവസ്ഥ ഒരു പ്രശ്നമല്ലേ? ഇതിന് നമുക്ക് കാലാവസ്ഥ ഹൈഡ്രോപോണിക്സിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചൂട് സമയത്ത് ചൂട് കുറയ്ക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഫാനുകളോ ഫോഗറുകളോ അല്ലെങ്കിൽ കൂളിംഗ് സിസ്റ്റംസോ യൂസ് ചെയ്ത് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് കാലാവസ്ഥയിലും, നമുക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും എല്ലാം നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. ഈ മണ്ണ് വേണമെന്നില്ല ഹൈഡ്രോപോണിക്സിൽ. നമ്മൾ മണ്ണെന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. നമ്മൾ കംപ്ലീറ്റ്ലി ചകിരിച്ചോറ് ബേസിലാണ്. അപ്പോൾ ചെടി നിൽക്കാൻ വേണ്ടി ഒരു മീഡിയം മാത്രമാണ് ചകിരിച്ചോറ്. അപ്പോൾ അതിലാണ് നമ്മളെല്ലാം വളർത്തുന്നത്. അതിൻ്റെ അടിയിൽ വെള്ളം പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹൈഡ്രോപോണിക്സിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ മണ്ണില്ലാത്ത വെള്ളം കൊണ്ട് മാത്രം കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഹൈഡ്രോപോണിക്സിൻ്റെ വാക്കിൻ്റെ അർത്ഥം. മറ്റ് ക്യാപ്സിക്കോ, തക്കാളി ഇതുപോലുള്ള കൃഷി വരുമ്പോഴും ചകിരിച്ചോറ് മാത്രം? എല്ലാം ചകിരിച്ചോറാണ്. നമ്മൾ മണ്ണ് യൂസ് ചെയ്യില്ല. അപ്പോൾ ചകിരിച്ചോറാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ആ ചെടിക്കുള്ള വളം കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മീഡിയം. ഹൈഡ്രോപോണിക്സ് തന്നെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. NFT ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഡച്ച് ബക്കറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ കൊക്കോപീറ്റ് ബെഡ് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത NFT എന്ന് പറഞ്ഞ ടെക്നിക്കാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈപ്പ്, ഇതിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്യുന്ന ഒരു ഫുഡ് ഗ്രേഡ് പൈപ്പാണ്. ഈ പൈപ്പിനകത്തൂടെ ഒരു സൈഡിൽ കൂടെ വെള്ളം കയറി, ന്യൂട്രിയൻസ് കലക്കി ഓൾറെഡി കൊടുത്തിട്ടുള്ള വെള്ളം കയറി അത് അപ്പുറ സൈഡുകൾ ഒഴുകി ഇപ്പുറത്തെത്തും. അപ്പോൾ എപ്പോഴും ഒരു ചെറിയ ലെവൽ വെള്ളം ആ പൈപ്പിനകത്ത് ഉണ്ടാവും. അപ്പോൾ ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഇങ്ങനെ പമ്പ് ചെയ്യുന്നതോടെ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഈ ന്യൂട്രിയൻ ഫിലിം ടെക്നിക്കിൽ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ആർക്കും എങ്ങനെ വേണോ ചെയ്യാം അല്ലേ? മണ്ണ് ഭൂമി വേണമെന്നൊന്നുമില്ല. ഭൂമി വേണമെങ്കിൽ നമുക്ക് റൂഫ് ടോപ്പിൽ ചെയ്യാം, ടെറസിൽ ചെയ്യാം. നമുക്ക് ഇത്തിരി സ്ഥലം ബാക്ക് യാർഡിലുണ്ടെങ്കിൽ, അടുക്കളയിലുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റും കൂടെ വേണമെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കാം. മുതൽ മുടക്ക് കുറച്ച് കൂടുതലായിരിക്കും അല്ലേ? മുതൽ മുടക്ക് കൂടുതലാണെങ്കിലും, പക്ഷേ നമ്മൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണെങ്കിലും, പക്ഷേ നമ്മളൊരു മണ്ണിൽ കൃഷി ചെയ്യുന്നത്, നമുക്ക് 1 ഏക്കറിൽ മണ്ണിൽ കൃഷി ചെയ്യുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹൈഡ്രോപോണിക്സിൽ നമ്മൾ ഒരു ഫാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 4-1 സ്ഥലത്ത് തന്നെ നമുക്ക് അത്രയും വിളവെടുപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കൊരു 1-2 വർഷം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ആ ഒരു പ്രൊഡക്ടിവിറ്റി നമുക്ക് കിട്ടും. സാധാരണ മണ്ണിൽ 1 ഏക്കർ ചെയ്യുന്ന അതേ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇതിൽ കിട്ടും. ഓക്കെ. കൃഷി ചെയ്യാൻ ഭൂമിയില്ലെന്ന പരാതി വേണ്ട. മുതൽ മുടക്ക് കുറച്ച് കൂടുതലാണെങ്കിലും ഈ പുതിയ കാലത്ത് മാതൃകയാക്കാവുന്നതാണ്. പ്രേം ശശിക്കൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.